പത്തനംതിട്ടയിൽ ആഹയിൽ ഓടിക്കൊണ്ടിരുന്ന പിക്കപ്പ് വാനിന് തീപിടിച്ചു. പമ്പയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാൻ പോയ വാഹനത്തിനാണ് തീപിടിച്ചത്. വിശദാംശങ്ങളുമായി ശ്രീരാജ് ബാബു ഉണ്ട്. ശ്രീരാജ്, എപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നത്? എങ്ങനെയാണ് ഈ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് തീ പിടിക്കുന്നത്? ഒപ്പം ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് എന്തെങ്കിലും പറ്റുകയോ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായോ? തീ നിയന്ത്രണ വിധേയമായോ? അതിനാ ഇന്ന് രാവിലെയാണ് ലാഹയിൽ വെച്ച് പമ്പയിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യം കയറ്റി വന്ന വാനിന് തീ പിടിച്ചത്. ഡ്രൈവർ മാത്രമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. സാധാരണഗതിയിൽ ക്ലീനറും ഉൾപ്പെടെ ഉണ്ടാകുന്ന ഒരു വാഹനമാണ്. എന്നാൽ ക്ലീനർ ഇല്ലായിരുന്നു ഈ തവണ. ഡ്രൈവർ മാത്രമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. തീ പിടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഡ്രൈവർ വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടിയതിനാൽ ആളപായമൊന്നും ഉണ്ടായില്ല. മറ്റു പരിക്കുകളൊന്നും ഇയാൾക്കില്ല. ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. വാഹനം പൂർണ്ണമായും കത്തിയ സ്ഥിതിയിലാണ് നിലവിലുള്ളത്. ആ വാഹനം ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണ് അപകട കാരണമെന്നാണ് പ്രാഥമികമായി പോലീസ് പറയുന്നത്. എന്തായാലും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ആർക്കും തന്നെ പരിക്ക് ഇല്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡ്രൈവർ മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. വാഹനം തീ പിടിക്കുന്നത് കണ്ട് ഈ ഡ്രൈവർ ഇറങ്ങി ഓടിയതിനാൽ മറ്റപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആദരാജ്, ഓടിക്കൊണ്ടിരുന്ന മിനി ട്രക്കാണ് ഇത്തരത്തിൽ കത്തി നശിച്ചത്. വാഹനം കത്തി നശിച്ച ഉടനെ തന്നെ ഈ ഡ്രൈവർ ഇറങ്ങി ഓടി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ അപകടമാണ് ഒഴിവായത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീരാജ് ബാബു.